ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇമാതിരി വളരെ നിസ്സാരമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബംഗളൂരുവിലെ കർണാടകയിലെ ഒരു മനുഷ്യൻ. അയാളുടെ പേര് ലോകേഷ് എന്നാണ്. അയാൾക്ക് രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുണ്ട്, നല്ല മനുഷ്യനായിരുന്നു. അയാൾക്ക് 2 കോഴിക്കടകളുണ്ട്. കർണാടകയിലെ ചന്നപ്പട്ടണത്തിലും അതുപോലെ തന്നെ സൊങ്കടക്കട എന്ന സ്ഥലത്തും 2 കോഴിക്കടകൾ. ഇയാൾക്ക് ഭാര്യയുണ്ട്, അവരുടെ പേര് ചന്ദ്രകല. നല്ല പേരാണ്, ചന്ദ്രകല എന്നാണ് പേര്. ചന്ദ്രകല ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ആലോചിച്ച് നോക്കുക, പൊളിറ്റിക്കലി വളരെ രാഷ്ട്രീയമായി സജീവമായി നിൽക്കുന്ന കുടുംബം. ലോകേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ടൈമിൽ. ഇപ്പോൾ അയാളുടെ ഭാര്യ അവിടെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ലോകേഷ് കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 23-ന്, കുറച്ച് ദിവസങ്ങൾക്ക് 1 മാസം മുമ്പ് മരിച്ചു. ജൂൺ 23-ന് ഒരു ഡാമിന് സമീപം, കാൻവ എന്ന് പറയുന്ന ഡാമിന് സമീപം, ഡാമിലേക്ക് പോകുന്ന വഴിയിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ ഭാര്യ ചന്ദ്രകല വാവിട്ട് കരഞ്ഞു. അയ്യോ, എന്നെ വിട്ടേച്ചു പോയതെന്തേ? എന്തിനാണ് എൻ്റെ പ്രാണനാഥ എന്നെ വിട്ടേച്ചു പോയത്? നിങ്ങളിങ്ങനെ പെട്ടെന്ന് പോകാമോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വലിയ വായിൽ നിലവിളിയാണ് ചന്ദ്രകല. സ്ഥലത്തെത്തിയ പോലീസുകാർ വന്ദിച്ചു. പാവം, ഇതൊരു സൂയിസൈഡ്. എന്തിനായിരിക്കണം ഇയാൾ സൂയിസൈഡ് ചെയ്തത്? എന്തിനാണ് വിഷം കഴിച്ച് മരിച്ചത് എന്നൊക്കെ. അപ്പോഴാണ് ഇതാ കിടക്കുന്നു തെളിവ്. ചന്ദ്രകല വാവിട്ട് അലറി കരയുകയാണ്. അമ്മച്ചി പൊട്ടുന്നതിനെ കരയുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയല്ലേ. ഈ മരിച്ച പിറ്റേ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തി. ആ കഥയിലേക്ക് ഞാൻ വരാം. പോലീസുകാർ നോക്കി, ഒരു വിഷക്കുപ്പി മൃതദേഹത്തിന് അരികിൽ കിടക്കുന്നുണ്ട്. ഒരു വിഷക്കുപ്പി. അപ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ ഈ പാവൻ ലോകേഷ് വിഷക്കുപ്പി തുറക്കുന്നു, വിഷം കഴിക്കുന്നു, ദാ കിറങ്ങി വീഴുന്നു, മരിക്കുന്നു. ഇതാണ് സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസുകാരന് SHOക്ക് ഒരു സംശയം. ഈ വിഷക്കുപ്പി കണ്ടു, ഇയാൾ ഇവിടെ വച്ചാണ് ഇത് അകത്താക്കിയതെങ്കിൽ ഇതിൻ്റെ അടപ്പ് എവിടെയെങ്കിലും കാണണമല്ലോ. അങ്ങനെ പരിസര പ്രദേശങ്ങളിലേക്ക് ഒന്ന് പരതി. കാരണം ഒരു 10-15 ചുവട് വെച്ചാൽ തട്ടിപ്പോകുന്ന വിഷമാണ് അകത്ത് പോയിരിക്കുന്നത്. അത് കുപ്പിയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ പരിസരത്തൊക്കെ പരതിയിട്ടും കുപ്പിയുടെ അടപ്പ് കാണുന്നില്ല. അപ്പോൾ പോലീസിന് സംശയം ബലത്തു. പോലീസ് ചന്ദ്രകലയെ മാറ്റി നിർത്തി ചോദിച്ചു, അമ്മച്ചി എവിടെയാണ് ഈ കുപ്പിയുടെ അടപ്പ്? അമ്മച്ചി കൈമലർത്തി, അറിയില്ല സാറേ. ശരി, അറിയില്ല, പോട്ടെ. നോക്കുമ്പോൾ ലോകേഷിന്റെ കാലിൽ ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ. പോലീസിന് ഇമാതിരി സംശയങ്ങളൊക്കെ തോന്നുമല്ലോ. പോലീസ് ആകുന്നത് തന്നെ അതിനാണ്. പോലീസ് ആയാൽ ഇമാതിരി സംശയങ്ങൾ സ്വാഭാവികമാണ്. എടാ, ഒരു ചെരുപ്പിട്ടുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഇത്ര ദൂരം നടന്നു വന്ന്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന്, വണ്ടിക്കകത്ത് ചെരുപ്പില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറങ്ങി വന്ന് ദാ കിടക്കുന്നു, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെ ഒറ്റ ചെരുപ്പിൽ ഒരാൾ കുപ്പിയിൽ നിന്ന് വിഷം കഴിക്കുന്നു. കുപ്പിയുടെ അടപ്പ് കാണാനില്ല, മറ്റേ ചെരുപ്പും കാണാനില്ല. ഇതെന്തടാ പാട്? ശരി, ആത്മഹത്യ തന്നെ. ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി. കാരണം വലിയ രാഷ്ട്രീയ പിടിപാടുള്ള കുടുംബമാണല്ലോ. ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി. പോലീസ് നേരെ മൃതദേഹം ആശുപത്രിയിലേക്ക് അയച്ചു, സർക്കാർ ആശുപത്രിയിൽ അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ വിഷം കഴിച്ചുള്ള മരണം സ്ഥിരീകരിച്ചു. കാരണം കോസ് ഓഫ് ഡെത്ത് വിഷം കഴിച്ചുള്ള മരണം. അതിൻ്റെ ഉള്ളിലേക്ക് വായിച്ചു ചെന്നപ്പോൾ പോലീസിന് വീണ്ടും സംശയം. ഇതെന്തടാ പാട്? സാധാരണ ഒരാൾ വിഷം കഴിച്ച് മരിക്കുകയാണെങ്കിൽ വിഷാംശം കൂടുതൽ കാണേണ്ടത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ്, കുടലിലാണ് കാണേണ്ടത്. ഇതാ പാവം ലോകേഷിൻ്റെ നെഞ്ചിൽ വിഷം കല്ലിച്ച് കിടക്കുന്നു. നെഞ്ചിലാണ് വിഷം, വയറ്റിലോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ബലപ്രയോഗം നടന്നിട്ടില്ലേ? പോലീസുകാർക്ക് സംശയം. ഇതിനിടയിലാണ് ചന്ദ്രകല അമ്മച്ചി വാർത്താ സമ്മേളനം നടത്തി. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, അതിൽ ഞാൻ വലിയ കുണ്ഠിതം അനുഭവിക്കുകയാണ്, വലിയ വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരേ കാറലും ചീറ്റലും. അതും വാർത്തയായി പുറത്തു വന്നു. കന്നഡ പത്രങ്ങളിലാണ് അടിച്ചു വന്നത്. നമ്മൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ മറ്റൊരു ഓൺലൈനിൽ വാർത്ത വന്നപ്പോഴാണ് ഞാനും ഇത് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ കൊലപാതക വാർത്തയൊക്കെ ചാടി വീണ് പിടിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഏതായാലും ലോകേഷ് മരിച്ച കാര്യത്തിൽ ചന്ദ്രകലയ്ക്ക് അതിയായ സങ്കടമുണ്ടെന്ന് ചന്ദ്രകല വാർത്താ സമ്മേളനത്തിൽ പൊട്ടി കരഞ്ഞ് വെളിപ്പെടുത്തി. ഇത് കണ്ടിട്ട് ലോകേഷിന്റെ കുടുംബം എന്ത് ചെയ്തു? അപ്പനും അമ്മയൊക്കെ ഉണ്ടല്ലോ അയാൾക്ക്. അവർ പറഞ്ഞു, ഇത് ഒരു ആസൂത്രിത കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ ചന്ദ്രകലയ്ക്ക് പങ്കുണ്ട്. ചന്ദ്രകലയ്ക്ക് ഒരു ഇല്ലീഗൽ കണക്ഷൻ ഉണ്ട്. ലോകേഷിനേക്കാൾ കുറച്ച് ചെറുപ്പമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഇവർക്ക് ഇച്ചിരി കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ലോകേഷ് കണ്ടെത്തിയിരുന്നു. ആ കണക്ഷൻ വേണ്ട, കുടുംബത്തിന് തകരാറാണ് മക്കളെ, അത് നമുക്ക് വേണ്ട എന്ന് ലോകേഷ് ചന്ദ്രകലയെ വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാരണത്താൽ ചന്ദ്രകല കൊടുത്ത കൊട്ടേഷനാണ് ലോകേഷിന്റെ കൊലപാതകത്തിന് അല്ലെങ്കിൽ മരണത്തിന് കാരണമെന്ന് ആ ലോകേഷിന്റെ വീട്ടുകാർ ആ മുറവിളി കൂട്ടി ആവശ്യപ്പെട്ടു. പോലീസിന് മനസ്സിലായി തങ്ങളുടെ സംശയങ്ങൾ ബലപ്പെടുന്നു. 1, വിഷക്കുപ്പിക്ക് അടപ്പില്ല. 2, കാലിൽ ചെരുപ്പില്ല.
3 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നെഞ്ചിൽ കല്ലിച്ച് കിടക്കുന്ന തളം കെട്ടിക്കിടക്കുന്ന വിഷകുമിളകൾ. നേരെ മൃതദേഹം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സർക്കാർ ആശുപത്രിയല്ലേ, എന്തെങ്കിലും പിഴവുകളൊക്കെ സംഭവിക്കാം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ദാ വരുന്നു ഫലം, കുറച്ചുകൂടി വ്യക്തതയുള്ള ഫലം. എന്താണ്? വിഷം വയറ്റിലെത്തിയിട്ടില്ല, നെഞ്ചിൻ കൂടിലാണ്. അതുകൊണ്ട് തന്നെ ഈ നിഗമനത്തിലെത്താൻ നമുക്ക് ബലം പ്രയോഗിച്ച് വിഷം കൊടുത്തതാണ് എന്ന്. പോലീസ് പിന്നെ ഒട്ടും താമസിച്ചില്ല. ചന്ദ്രകല ചേച്ചിയെ വിളിച്ചു. ചേച്ചി ഒന്ന് വരണം, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ്, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്നിട്ട് അമ്മച്ചിയുടെ കാമുകനോടും പറഞ്ഞു, യോഗേഷേ സാറേ ഒന്നുകൂടി വരണം. അങ്ങനെ രണ്ടുപേരെയും പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു. നന്നായിട്ട് ചോദ്യം ചെയ്തു. ഭേദ്യം ചെയ്തോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. 3ാം മുറ ചെയ്തോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സംഗതി നടന്നത് കർണാടകയിലാണ്. തത്ത പറയുന്നത് പോലെ ചന്ദ്രകല പറഞ്ഞു, എനിക്ക് യോഗേഷിനെ പ്രണയമാണ്, യോഗേഷിനോട് എനിക്ക് അതിയായ ലവ്. ലോകേഷ്, അതായത് എൻ്റെ ഭർത്താവ്, കെട്ടിയവൻ ഇതൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് അയാളെ തട്ടിക്കളയാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അങ്ങ് തട്ടിക്കളഞ്ഞു സാറേ, ഞങ്ങളെ രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ് ഒരേ നിലവിളി. കാരണം ഞാൻ വിശദീകരിക്കാം എന്താണ് സംഭവിച്ചത്. ലോകേഷ് എന്ന് പറയുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നേ ദിവസം ജൂൺ 23 വൈകുന്നേരം ചന്നപട്ടണത്തിലെ അദ്ദേഹത്തിന്റെ കോഴിക്കടയിൽ നിന്ന് ഇറങ്ങിയ വിവരം ചന്ദ്രകലയെ വിളിച്ചു പറഞ്ഞു. ഭാര്യ, എടി ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി. ഭാര്യ ഉടനെ നേരെ യോഗേഷിന് കാമുകന് ഫോൺ ചെയ്തു, ദാ നിങ്ങളുടെ ഇര ഇറങ്ങിയിട്ടുണ്ട് കടയിൽ നിന്ന്. അങ്ങനെ ലോകേഷ് കാറിൽ പോകുന്നു. പിന്നാലെ പുതിയ കാറിൽ, എടുത്തിട്ട് ഒരാഴ്ചയായുള്ളൂ, പുതിയ കാറിൽ ആര്? യോഗേഷും 3 ഗുണ്ടകളും. ഗുണ്ടകളുടെ പേരൊക്കെ ഞെട്ടിപ്പോവും. ആനന്ദ് എന്ന സൂര്യ, ശിവ എന്ന ശിവലിംഗം, അങ്ങനെ 3 പേർ, ആനന്ദൻ കുമാർ, അങ്ങനെ 3 പേര് ഈ ഗുണ്ടകൾ ഇവന്റെ കൂടെ ഉണ്ട്. ആരെ? യോഗേഷിന്റെ കൂടെ. ഇവർ കൊണ്ട് നമ്മുടെ ലോകേഷ് പോകുന്ന കാറിന്റെ പുറകിൽ കൊണ്ട് ഇവരുടെ കാറ് ഒന്ന് ഉരസി. കാറിൽ നിന്ന് ലോകേഷ് ഇറങ്ങുന്നു. ഈ 3 പേരും ബലം പ്രയോഗിച്ച് അയാളെ അവരുടെ കാറിൽ കയറ്റുന്നു. എന്നിട്ട് ബലം പ്രയോഗിച്ച് കയ്യിൽ കരുതിയിരുന്ന വിഷം അയാളുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. പാവം വിഷം കുടിച്ച് പിടഞ്ഞ് മരിക്കുന്നു ആ കാറിനുള്ളിൽ വെച്ച്. മരണം ഉറപ്പാക്കിയ ശേഷം അയാളുടെ കാർ അവിടെ ഉപേക്ഷിച്ച് ഇവരുടെ കാറിൽ തന്നെ മൃതദേഹം കൺവ എന്ന് പറയുന്ന ഡാമിലേക്ക് പോകുന്ന വഴിയിൽ അവിജനമായ ഒരു സ്ഥലത്ത് തള്ളുന്നു. എന്നിട്ട് വീണ്ടും ബുദ്ധി പ്രയോഗിച്ചു യോഗേഷ്. എന്താണ്? ഇയാൾ വിഷം കുടിച്ചാണ് മരിച്ചതെന്നറിയാൻ വേണ്ടി ആ വിഷക്കുപ്പി കൂടി അവിടെ ഇട്ടേരടേ എന്ന് ഗുണ്ടകളോട് പറഞ്ഞു. അവന്മാർ ആ കുപ്പി അവിടെ ഇട്ടു. അടപ്പിടാൻ മറന്നുപോയി, ചെരുപ്പിടാനും മറന്നുപോയി. ചെരുപ്പും അടപ്പും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ 2 ഘട്ട സംശയങ്ങൾ പോലീസിന് ഉണ്ടാവില്ലായിരുന്നു. ഏതായാലും യുവമാർ കൊന്ന രീതിയൊക്കെ പോലീസിന് മനസ്സിലായി. യുവമാരെ 2 പേരെ, ആദ്യം ചന്ദ്രകലയെ പൊക്കി അകത്താക്കി, യോഗേഷിനെ പൊക്കി, പിന്നെ കൂട്ടാളികളായ ആനന്ദനെയും ശിവനെയും ശിവലിംഗത്തെയും ഒക്കെ തൂക്കി അകത്താക്കി. ഇതാണ് ഒരു വളരെ ഈസി ആയിട്ട് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ തീർത്ത് കളഞ്ഞ കഥ. ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം.